ഒന്നാമത് ഈ വീട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ കൊണ്ട് ചോദിച്ച് നടക്കുന്ന കാലഘട്ടമാണ്. ഈവൻ പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്കാർ നോക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. പാർസലാണ് കൂടുതലും വാങ്ങിയിട്ട് വരുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സിലു ടോക്സിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഗഫൂർ പുള്ളി കഴിഞ്ഞ ദിവസം പുതുതായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മുമ്പ് പല ഫാമിലി ഇഷ്യൂസും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതുപോലെ തന്നെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, ശേഷം അത് കണ്ടന്റ് ആക്കി പബ്ലിക്കിലോട്ട് എത്തിക്കുന്നു. അതിനുശേഷം അതിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പുതുതായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ചാനൽ അത്യാവശ്യം സക്സസ് ആയിട്ട് മാറിയതിനു ശേഷം ഈ രണ്ട് കൂട്ടരും കൂടെ നേരെ ഒരുമിക്കുന്നു. ലൈക്ക് പ്രവീൺ പ്രണവ് ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലത്തെ ഒരു പാറ്റേൺ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫീൽ എങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പുള്ളി സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ അതിൽ പലരുടെയൊക്കെ പാർട്ട്നേഴ്സ് ചിലപ്പം പെൺകുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ ആൺകുട്ടിയായിരിക്കാം, ആരെങ്കിലൊക്കെ റെഡ് ഫ്ലാഗ് ആയിരിക്കും. പക്ഷേ ഇത് റെഡ് ഫ്ലാഗ് ആണെന്ന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായാൽ പോലും ആ അന്ധമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ചില ആളുകൾക്ക് മനസ്സിലായി എന്നുള്ളത് വരത്തില്ല. ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അവർക്ക് മനസ്സിലാവുക ഇത് ആൾ റെഡ് ഫ്ലാഗ് ആയിരുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്തോടെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു റെഡ് ഫ്ലാഗിനെ നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കുന്നതായിരിക്കും. എന്നാണെങ്കിൽ പുള്ളി ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഹായ്, അസ്സലാം വലൈക്കും. എന്റെ പുതിയ ചാനലായ ജി ടോക്സ് ഗഫൂർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ഓഫറുമായിട്ട് വന്നിരിക്കുന്നത്. ഓഫർ പറഞ്ഞാൽ ഈ ഓഫർ ഇനി ഒരിക്കലും കിട്ടില്ല, എവിടെയും കിട്ടില്ല, അങ്ങനത്തെ ഒരു ഓഫറാണ്. അപ്പൊ അതിന്റെ കാരണവും അതിന്റെ വിശദാംശങ്ങൾക്കും നമുക്ക് കിടക്കാം. അപ്പൊ ഓഫർ ഊനാലയാണ്. ഊനാല നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത് 4500 രൂപയ്ക്കാണ് കൊടുത്തത്. പിന്നെ ചെറിയ മാർജിൻ ആക്കിയിട്ട് 3500 രൂപ പിന്നീട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് വന്ന വിലയിലും കുറച്ചുകൊണ്ട് 2499 രൂപയ്ക്ക്, അതായത് 2499 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഊനാലിലൂടെ നമുക്ക് കുഷൻ ഉണ്ടാവും, പോലത്തെ 2 ഹൂക്ക് ഉണ്ടാവും, ഇതുപോലത്തെ 2 ഹൂക്ക് ഉണ്ടാവും. പിന്നെ അതിലൂടെ 2 അടിയിൽ അടുത്തൊരു ചെയിൻ ഉണ്ടാവും. പിന്നെ സ്പ്രിങ്, അതിലുള്ള സ്പ്രിങ് ഉണ്ടാവും, ഈ സ്പ്രിങ് ഉണ്ടാവും. ഇതെല്ലാം പാടെ ചേർന്നിട്ടാണ് നമ്മള് 2499 രൂപ കൊടുക്കുന്നത്. ഇപ്പൊ കൊടുക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, നമുക്ക് ഈ വീട് നമ്മളിപ്പോ സെയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ 2-3 പാർട്ടികൾ നോക്കി പിന്നെ നോക്കാവുന്ന ആൾക്കാർക്കുള്ള സൗകര്യം വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഈ റേറ്റ് കൊടുക്കുന്നത്. പുള്ളി ഫസ്റ്റ് ഈ ഒരു വീഡിയോ പുള്ളിയുടെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനായിരിക്കും. കാര്യം പുള്ളിക്കാരി സൽഹ ആ ലേഡി ആണെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ ഇതുപോലെ പുള്ളി കുറച്ച് പ്രശ്നക്കാരനായിരുന്നു, പുള്ളിയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷനൊക്കെ ആയിരിക്കും പുള്ളി പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇവിടെ വീട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. പുള്ളി ഇനി തിരിച്ച് ഗൾഫിലോട്ട് പോവുകയാണ്, ഇവിടെയുള്ള പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. നമുക്ക് അതുകൂടെ കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ കുറച്ച് മാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു കടകാലിയാക്കാൻ വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇടാന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ നല്ല ഓഫർ ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തുണ്ട്. അപ്പൊ അതും പാർസൽ അയക്കാൻ പറ്റുന്ന അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ, ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട്. ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിന്റെ ഓപ്പറേറ്റിംഗ് ഞാനൊന്നല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശം ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറെ കാര്യങ്ങൾ കുറിച്ച് ചെയ്യാവുന്നുണ്ട്. ഒരു ചാരിറ്റിയും ഒക്കെ പോണ ഉള്ളവരെ കുറെ ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കടക്കാർ കാര്യമാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട്, പ്രൊമോഷൻ ക്യാഷിലാണ്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ടുതരാമെന്ന് 2 ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടുകളേ നടക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളിപ്പം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അവസ്ഥ. എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ കൊണ്ട് ചോദിച്ച് നടക്കുന്ന കാലഘട്ടമാണ്. എന്തായാലും വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാനില്ല. അതാണ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും അതെല്ലാം പബ്ലിക്കിൽ
നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്ത് കണ്ടന്റ് ആക്കി ഇടുമ്പോൾ ആൾക്കാരത് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണല്ലോ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു കണ്ടന്റ് ആണെങ്കിൽ പോലും. പിന്നെ ഇതിനകത്ത് ഞാൻ പുറത്തേക്ക് പോവാണെന്നൊക്കെ പറയുന്നു. ഇതെല്ലാം വിറ്റ് പറക്കിയിട്ടാണ് പോകുന്നത്. അപ്പം മുമ്പൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ വേറെയാണ്. ഇപ്പം നമ്മുടെ കയ്യിലൊന്നുമില്ല, എല്ലാം സീറോയിൽ നിന്നാണ് തുടങ്ങിയെന്ന് പറയുന്നത്. ഈ നേരത്തെ ഈ ചാനൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിലു ടോക്സ് ബേസ് അല്ല എന്ന് പറയുന്നത് ഇവരുടെ മെയിൻ ചാനലല്ല, പകരം സിലു ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഇവരുടെ ഈ പ്രോഡക്ട്സ് ഒക്കെ പരിചയപ്പെടുന്ന മറ്റൊരു ചാനലുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ചാനലിനെ പറ്റിയിട്ടായിരിക്കണം പുള്ളി ഇവിടെ സംസാരിക്കുന്നത്. എന്താണെങ്കിലും അതുപോലും പുള്ളിയുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാം വിറ്റ് പറക്കിയിട്ട് പുള്ളി പുറത്തോട്ട് പോകുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് സിലു ടോക്സ് പുള്ളിക്കാരി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളിയാണ് ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പോലും തരുന്ന പോലില്ല, പുള്ളിക്ക് തരാൻ തോന്നുമെങ്കിൽ തരട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊക്കെ പുള്ളി വിറ്റ് പറക്കിയിട്ട് പുറത്തോട്ട് പോവുകയാണ്. എന്താണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണെങ്കിലും കുറച്ച് നാളുകൾക്ക് മുന്നേ ഏഞ്ചൽ ബേബി എടുത്തേക്കുന്ന ഇന്റർവ്യൂവിനകത്ത് ഇവർ ഒരുമിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഒരു വിഷയത്തിന്റെ മറ്റൊരു പെർസ്പെക്റ്റീവിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണെങ്കിലും അന്ന് അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ കല്യാണത്തിന് മുമ്പുള്ള ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? വിവാഹത്തിന് മുമ്പുള്ള ഒരു ജീവിതം പറഞ്ഞാൽ അത് ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗമാണ്. എന്റെ വീട്ടിൽ പ്രോബ്ലംസ് ഇല്ലാന്നല്ല, കുറെ പ്രോബ്ലംസിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഞാനൊരു കുട്ടി എന്ന നിലക്ക് എന്നെ അതൊന്നും ബോധർ ചെയ്യണ്ട. ഞാനിങ്ങനെ പാരി പറക്കുന്നത് നമ്മുടെ പ്രായമല്ലേ. ഇപ്പൊ ലൈക്ക് ഇവളുടെ കാര്യം ഞാൻ ആളോട് പറയുന്ന ഒരു കാര്യം, കല്യാണമൊക്കെ കഴിക്കാം, അതിന് ആ പഠനവും കഴിഞ്ഞ് ജോലിയും ചെയ്തതിന് ശേഷം നിനക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ പൂതി വരുന്നത് അപ്പൊ പറയാം. ലവ് മാരേജ് ആണെങ്കിൽ ഓക്കെ അതിന് അല്ല, അങ്ങനെയല്ല ഈ കാലഘട്ടത്തില് ഉള്ള കുട്ടികളെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് അവരെ അങ്ങനെ ഒരുപാട് കൺട്രോൾ ചെയ്യാനും പറ്റൂല. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യൂല. പക്ഷെ അതിന് മുമ്പേ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഹിൻസ് ഇട്ട് വെക്കും. ഇപ്പൊ ചെക്കനൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ വേണം. അപ്പൊ അവർക്ക് മൈൻഡിലൊരു ഇതുണ്ടാവുമല്ലോ, എനിക്ക് വേണ്ട, ഞാൻ ആരും നോക്കുന്നില്ല. അമ്മി കുറച്ച് ഡിമാൻഡുകൾ വെച്ചാലും ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ചെക്കൻ ഇനി അമ്മി തന്നെ ഉണ്ടാക്കണം. നേരത്തെ ഇവര് ഒരുമിച്ചുള്ള ഒരു ടൈമിൽ പോലും ഇവര് ഇന്റർവ്യൂസിലാണെങ്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് മുന്നേ എന്റെ ലൈഫൊക്കെ ഓക്കെ ആയിരുന്നു, പ്രശ്നങ്ങളില്ല എന്നല്ല ഉണ്ട്, എന്നാൽ കല്യാണത്തിന് ശേഷം അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല എന്നൊരു സാധനം പറയുന്നുണ്ട്. അത് തന്നെയാണ് സ്വന്തം ആളുടെടുത്തും പറഞ്ഞു കൊടുക്കുന്നത്. ലവ് മാരേജിന്റെ സാധനത്തോട്ട് പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. എങ്കിലും തെരഞ്ഞെടുക്കുന്ന പാർട്ട്ണറിന് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നത് ചിലപ്പോൾ സ്വന്തം ലൈഫിൽ നിന്ന് ഇത് തോന്നിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരിക്കും. കാര്യം അതിനെ പറ്റിയിട്ട് മുന്നോട്ട് ഇനി സംസാരിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ചില ഹസ്ബൻഡ്സ്, പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫോട്ടോ ഇടാൻ പാടില്ല, ഇതൊക്കെ ഇതാണ് അങ്ങനെ. പക്ഷെ പുള്ളിക്കാരനെ നോ പറഞ്ഞിട്ടില്ല എന്നാണ് താങ്കളുടെ വിശ്വാസം. ആള് പറഞ്ഞാലും ഇല്ലെങ്കിലും അല്ലല്ല, ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്നവരാ. അത് വലിയ തെറ്റാണെന്നോ നല്ലതാണെന്നോ ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ മോട്ടിവേഷനാണ് നമ്മൾ തുടങ്ങിയത്. അല്ല, അതിനു മുമ്പ് ഈവൻ ഇതൊന്നും സോഷ്യൽ മീഡിയ ആൾക്ക് ഇതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പൊ നമുക്ക് ഈവൻ പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്കാർ നോക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. പാർസലാണ് കൂടുതലും വാങ്ങിയിട്ട് വരുന്നത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോ ആൾക്കാർ നോക്കുമെന്ന് പേടിച്ച് പാഴ്സൽ മേടിച്ച് വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട്. അല്ല, അതൊക്കെ ആളൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഭാര്യക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടല്ലോ, ആൾക്കാരൊന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ആ ഒരു അങ്ങനെയാണ്. പുറത്തുപോയി ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട്. പൊതുവെ എന്താ പറയാ, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അവനവന്റെ ഭാര്യനെ അധികം ആരും നോക്കാൻ പാടില്ല, അങ്ങനെ തന്നെയല്ലേ സ്വാഭാവികം. കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതന്നെയാണ്, അതൊന്നും എനിക്കൊരു കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ആൾക്കാർ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന് വെളിയിൽ പോലും ഇറക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര അടിപൊളിയായിട്ടൊരു കാര്യമൊന്നുമല്ല. കാര്യം അത് കൾച്ചറാന്ന് പറയുമ്പോൾ മാറേണ്ടത് ആ ഒരു കൾച്ചറാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഇവർ രണ്ട് ആൾക്കാർ ഓക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറയുകയാണ്, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണറിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് വെക്കുക, വലിയൊരു റെഡ് ഫ്ലാഗ് ആണ് ഇവരിവിടെ സംസാരിച്ചിരിക്കുന്നത്. അതിനെ ഭയങ്കര തമാശിച്ച് ചിരിച്ച് കളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും റെഡ് ഫ്ലാഗ് അല്ലാണ്ടായി മാറുന്നില്ല. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ആണുങ്ങളാരും കണ്ണടച്ച് പോകുന്നില്ല, അല്ലെങ്കിൽ ആൺകുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ കണ്ണടച്ച് പോവുകയല്ല. ഓക്കെ, ഇപ്പം ഞാനാണെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നോക്കും, അത് സ്വാഭാവികമാണ്. എന്ന് കരുതിയിട്ട് അതിന് മറ്റൊരർത്ഥം ഉണ്ടെന്നോ അതൊന്നും അല്ല, നോക്കുക. അല്ലാതെ ഒരു പെൺകുട്ടി മുന്നിൽ കൂടെ പോയെന്ന് പറഞ്ഞാൽ അന്യന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് നിൽക്കാൻ പറ്റുമോ? അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യന്മാരല്ലേ. പിന്നെ പുറത്തൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും ആൾക്കാർ നോക്കൂലേ? അല്ലെങ്കിൽ ഇതേ ഒരു സ്ട്രിക്റ്റ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരെ പുറത്തോട്ട് ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ബാക്കി കൊളീഗ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഇവരെല്ലാം വന്ന് ഈ ഭാര്യനെ നോക്കൂലേ?
ആ നോട്ടം ശരിയല്ല. ഇപ്പം ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ നോക്കുന്ന അവരുടെ നോട്ടം ശരിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രതികരിക്കുകയാണ് വേണ്ടുന്നത്. അത് പ്രതികരിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ നോക്കുമെന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഇരുത്തുക എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ജയിലിലിടുന്ന പോലെ. മറ്റേ എക്കോ സിനിമയ്ക്കകത്തുള്ള ഡയലോഗ് ഉണ്ടല്ലോ, നമുക്ക് തരുന്ന സംരക്ഷണവും അതേപോലെ തന്നെ ജയിലിടുന്ന പോലെയുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ഇത് രണ്ടും ഏതാണ്ട് ലുക്സ് ലൈക്ക് സെയിം. ഓക്കെ, കാര്യം ആ പടം കണ്ടവർക്കറിയാം, പട്ടീനെ വെച്ചിട്ട് മ്ലാത്തിച്ചേട്ടത്തിയുടെ മറ്റേ ഹസ്ബൻഡ് ആ വീടിനകത്ത് ഇട്ടേക്കുന്ന ആദ്യം പുള്ളിക്കാർ വിചാരിച്ചിരിക്കുന്ന സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നീടാണ് മനസ്സിലായത് പുറത്തോട്ട് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജയിലിനകത്ത് ഇട്ടേക്കുന്ന പോലെ ഇട്ടേക്കുന്നതാണ്. ആ സെയിം സാധനം തന്നെ ഇവിടെ മറ്റൊരു രീതിയിൽ ഇവിടെ ഇവർ പറഞ്ഞേക്കുന്നത്, അതിനെ ഭയങ്കര തമാശവൽക്കരിച്ചുകൊണ്ട് ഇവർ സംസാരിച്ചേക്കുന്നത്. ഇത് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. അത് കൾച്ചർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കൾച്ചർ മാറേണ്ടുന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അമ്മയുടെ സൈഡാ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോ നെഗറ്റീവ് പറയണതേ ഇഷ്ടമല്ല, എല്ലാം പോസിറ്റീവ്ലി എടുക്കണം. ഇന്നലെ പോലും ഡ്രസ്സ് എടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇത് രസമല്ല, ഇതിന്റെ ത്രെഡ് വർക്ക് രസമല്ല, നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടിരുന്നു. അത് അമ്മന്റെ റെഗുലർ ഡയലോഗ്. എന്നാൽ എന്റെ ഉപ്പാക്ക് ഒരു കാര്യത്തിൽ ഫ്ലോസ് എന്നാണ് ആദ്യം എടുത്തു പറയും, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. അപ്പൊ അത് അമ്മയ്ക്ക് തീരെ പറ്റില്ല. ആക്ച്വലി ഇന്നലെ എനിക്ക് ഒരു പുതിയൊരു പ്രൊജക്ട് ഉണ്ട് എന്റെ. അപ്പൊ ആ കാര്യങ്ങള് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അതൊന്നും നടക്കൂല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതൊന്നും പോസിബിൾ അല്ല, അത് നടക്കൂല, അത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നെഗറ്റീവ് അല്ലാതെ അറിയാൻ പറ്റൂലേ. അത് അങ്ങനെ, കാരണം ഞാൻ ഇതിന്റെ എല്ലാം മൈൻഡിൽ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ ട്രസ്റ്റിന്റെ കാര്യമാണെങ്കിലും അടുത്ത് ഇനി എന്ത് ചെയ്യണം, ഇങ്ങനത്തെ മൊത്തത്തിലെല്ലാം പോസിറ്റീവ്ലി പ്ലാൻ ചെയ്ത് വെക്കുമ്പോ ഫസ്റ്റ് നെഗറ്റീവ് വെക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. ഇവിടെ കുട്ടികൾ പോലും നേരെ ആദ്യം പറയുന്ന ഒരു നെഗറ്റീവ് സൈഡ് പറയുന്ന അവരുടെ വാപ്പയായിട്ടുള്ള ഈ ഗഫൂർ പുള്ളിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് പോലും ഭയങ്കര വിസിബിൾ ആയിട്ടുണ്ട് ഇവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഇത്രയും റിഗ്രസീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെയുള്ളപ്പോൾ അന്ന് ഈ കാര്യങ്ങളൊക്കെ തൻ്റെ പാർട്ണറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഭയങ്കര തമാശ രീതിയിലൊക്കെ സംസാരിച്ചിട്ടേക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു അതർ സൈഡ് ഇല്ലേ, ഗഫൂറിന് പറയാനുള്ളത് ഇല്ലേ എന്നുള്ള കാര്യം ഇവിടെ ചോദിക്കേണ്ട കാര്യം. അത് പറയാനുണ്ടെങ്കിൽ പുള്ളിക്ക് അവിടെ തന്നെ പറയാം. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ പിന്നീട് പുള്ളിക്കാരി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിട്ട് വീഡിയോസിനകത്തൊക്കെ ആണെങ്കിൽ അവരുടെ കമൻസ് ഒക്കെ നമ്മൾ വായിച്ചിരുന്നു. പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന ചെയ്ത തെറ്റുകൾ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പലരുടെ ലൈഫിൽ ഇത് തന്നെ ആയിരിക്കും. നമ്മൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ പാർട്ണർ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുക, ഇങ്ങനെയുള്ള പല സാധനങ്ങളും റെഡ് ഫ്ലാഗ്സ് ആയിരിക്കും. ആ റെഡ് ഫ്ലാഗിനെ കണ്ടെത്തുക, അത് പരസ്പരം തുറന്ന് സംസാരിക്കുക. അയാൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വന്ന് കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ അവിടെ വിടുക. ഇല്ലെങ്കിൽ നാളുകളിൽ പിന്നെ നമ്മളെ ജയിലിൽ ഇടുന്ന പോലെ ഇടുക എന്ന് പറയുന്നത് ഇതാണോ ജീവിതം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭൂമി വിശാലമായിട്ട് കിടക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഒരു ഇടുങ്ങിക്കൂടി ഒരു വീടിനകത്ത് തന്നെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ജയിലിലകപ്പെട്ട പോലെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളടുത്ത് പറയാണ് ബാക്കിയുള്ളവർ നോക്കാണ്ടിരിക്കാൻ വേണ്ടി ഇതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ നമ്മളെ ജയിലിലിടുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഓക്കെ, പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ നോക്കുന്നവരുടെ നോട്ടം ശരിയില്ലെങ്കിൽ അവിടെ പ്രതികരിക്കണം. അല്ലാതെ പുറത്തോട്ടൊക്കെ ഒരു പെൺകുട്ടിയെ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുമിച്ച് റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങനെ ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പെൺകുട്ടി മുന്നിൽ നിൽക്കുമ്പോഴേക്കും എല്ലാവരും കണ്ണടച്ച് പോവുക കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഞാൻ പുതുതായിട്ട് ഇവരുടെ കാര്യത്തിൽ ഇവരെ ഓക്കെയാണ്, ഞാൻ പുതുതായിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. പിന്നെ ഈ പറയുന്ന ആളുകൾ തന്നെ പറയുന്ന ആണുങ്ങളാണെങ്കിൽ എന്ത് പുറത്തോട്ട് പോകുമ്പോൾ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കൂല, അവരെ കാണുമ്പോൾ കണ്ണടച്ച് നടക്കും. ഇല്ലല്ലോ, അങ്ങനെ നോക്കുന്ന ആൾക്കാർ തന്നെയാണ് തൊട്ടിപ്പുറത്ത് പറഞ്ഞ് നോക്കുക നീ എങ്ങനെ പോകാൻ പാടില്ല അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണെങ്കിൽ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.